കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം പദ്ധതി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയുണ്ടായി. എന്നാൽ കേരളത്തിന്റെ അഭിമാനമായ ആ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനെതിരെ അല്പത്തരം കൊണ്ടും അധിക പ്രസംഗം കൊണ്ടും രണ്ടുപേർ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെയാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് വേദിയിൽ ഇടമൊരുക്കി നൽകിയത്. വേദിയിൽ ഇടം ലഭിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. എന്നാൽ ആ പദവിയുടെ മഹിമ മറന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മറ്റതിഥികൾ, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള അതിഥികൾ എത്തുന്നതിന് മുൻപ് തന്നെ വേദിയിലെത്തി സീറ്റ് ഉറപ്പിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിയടക്കം നടത്തുകയും ചെയ്തത് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിനിടെ നടത്തിയ ചില അധിക പ്രസംഗങ്ങൾ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഇടത് ക്യാമ്പിൽ നിന്നടക്കം ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഈ അവസരത്തിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ഈ അല്പത്തരങ്ങൾക്കും അധിക പ്രസംഗത്തിനും ഒരു മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് തോമസ് ഐസക്കിന്റെ ആ മറുപടി ഒന്ന് പരിശോധിക്കാം. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കോമാളിത്തരത്തേക്കാൾ എനിക്ക് അധിക പ്രസംഗമായി തോന്നിയത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി അദാനിയെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചുവെന്ന പ്രധാനമന്ത്രിയുടെ പരിഹാസമാണ്. മോദിക്ക് കേരളത്തിന്റെ ചരിത്രം അറിയില്ല. 1957 ആദ്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു കേരളത്തിൽ. ഇന്ന് അദാനിയെ പോലെ അന്ന് ബിർളയെ നഖശികാന്തം കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തിരുന്നു. എന്നാൽ മാവൂർ റയോൺസ് ഫാക്ടറി സ്ഥാപിക്കാൻ ബിർളയെ ക്ഷണിച്ചതിന് അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തടസ്സമായില്ല. ക്ഷണിക്കുക മാത്രമല്ല, അസംസ്കൃത വസ്തുക്കളും മറ്റും ലഭ്യമാക്കുന്നതിൽ പ്രത്യേക ഇളവും നൽകി. ചെറിയ വിവാദമല്ല ഇത് രാജ്യത്ത് സൃഷ്ടിച്ചത്. അന്നും ഇന്ന് മോദി ചെയ്ത പോലെ കമ്മ്യൂണിസ്റ്റുകാരെ പരിഹസിക്കാൻ ഏറെ പേർ ഉണ്ടായിരുന്നു. ഏതാനും ചിങ്കിടി മുതലാളിമാരെ ആഗോള കമ്പനികളായി വളർത്തുന്നതാണ് രാജ്യത്തിന്റെ വികസനത്തിനുള്ള കുറുക്കുവഴിയായി മോദി കാണുന്നത്. രാജ്യത്തെ പൊതുമേഖലയും പൊതുസ്വത്തും ഇവർക്ക് തീരെഴുതുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മുൻകൈ എടുക്കുന്നു. ഈ സമീപനത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അദാനി. അതിനിയും തുറന്നു കാണിക്കും. പക്ഷേ മേൽപ്പറഞ്ഞ ചിങ്കിടി മുതലാളിത്തം നയമായി സ്വീകരിച്ചിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിനുള്ളിലാണ് കേരളം പ്രവർത്തിക്കുന്നത്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് കേരളത്തിന് നേട്ടമുണ്ടാക്കാൻ എന്താണോ വേണ്ടത് അത് ചെയ്യും. ഫെഡറൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധ്യമായൊരു ബദൽ വികസന പാത സ്വീകരിക്കുകയും ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം എടുക്കാം. 1996 നായനാർ സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് മുൻകൈ എടുത്തത്. പിന്നീട് BS സർക്കാരിന്റെ കാലത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും നടക്കാതെ പോയത് അന്ന് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാർ അനുമതി നിഷേധിച്ചത് കൊണ്ട് മാത്രമാണ്. 2015 UDF സർക്കാർ അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് നിശിതമായ വിമർശനം ഞങ്ങൾക്ക് ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മുതൽ മുടക്കിന്റെ സിംഹഭാഗവും വഹിക്കുന്ന കേരളത്തിന് 20 കൊല്ലം കഴിഞ്ഞേ നേരിട്ടുള്ള ലാഭത്തിന്റെ നക്കാപ്പിച്ച കിട്ടൂ. ഏതാണ്ട് 40 വർഷക്കാലം ഇങ്ങനെ തുച്ഛമായ ലാഭവിഹിതം കൊണ്ട് കേരളം തൃപ്തി അടയണം. പക്ഷേ ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണമെന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത്. അത് പ്രകാരമാണ് 2016 അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബഹിർ തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത്. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. അതെ, അദാനിയെ വിമർശിക്കുമ്പോഴും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിനെ ചെറുത്തപ്പോഴും കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് തടസ്സമില്ലാതിരിക്കാൻ ശ്രദ്ധിച്ചു. കരാർ പ്രകാരം 2045 പൂർത്തീകരിക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പ്രവർത്തനം. ഇതിൽ അദാനിയുമായി യോജിച്ച് പ്രവർത്തിക്കും. ആ രാഷ്ട്രീയ നിലപാടിനെ പ്രധാനമന്ത്രി പരിഹസിക്കേണ്ടതില്ല. കേരള വികസനത്തെ എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ളതാണ് മോദിയുടെയും നാഗ്പൂരിലെ ശിങ്കിടികളുടെയും ഗവേഷണം. കിഫ്ബിയെ തകർക്കാനുള്ള നടപടി തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. തന്റെ സ്വന്തക്കാരൻ അദാനിയുടെ പോർട്ടായിരുന്നിട്ട് പോലും മൊത്തം ചെലവിന്റെ 10% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി നൽകാമെന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് പോലും കേന്ദ്രം അവസാനം പിന്മാറി. അത് തിരിച്ചടയ്ക്കേണ്ട വായ്പയായിട്ടാണ് കേന്ദ്രം നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രത്തിന്റെ സഹായം വട്ടപൂജ്യമാണ്.
എന്നിട്ടാണ് സ്റ്റേജിൽ നിന്നൊരു കോമാളി മുദ്രാവാക്യം മുഴക്കി കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യം ചെയ്തത്. വിഴിഞ്ഞത്തിന്റെ താഴ്വഴികളെ കുറിച്ച് 2023 ചിന്തയിൽ എഴുതിയ വിശദമായ ലേഖനം ആദ്യ കമന്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തോമസ് ഐസക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ശ്രദ്ധയോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിന് വിഴിഞ്ഞം പദ്ധതിയിൽ കേന്ദ്ര വിഹിതമായി ലഭിച്ചത് ഒരു വായ്പ മാത്രമാണ്. അത് മുഴുവൻ പദ്ധതി ചെലവിൻ്റെ 10% പോലും വരില്ല. ആ വായ്പ ഒഴിച്ചു നിർത്തിയാൽ ഒരു സഹായം തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയതുപോലെയോ മറ്റേതെങ്കിലും ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് നൽകിയതുപോലെയോ ഉള്ള ഒരു സഹായം കേന്ദ്രം കേരളത്തിന് അനുവദിച്ചിട്ടില്ല. എന്നിട്ടും കേരള സർക്കാർ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിച്ചു. എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തെ ഉദ്ഘാടന ചടങ്ങിൽ സ്വീകരിച്ചു. പക്ഷേ ആ പ്രധാനമന്ത്രി ഇത് അധിക പ്രസംഗം വിളമ്പാനുള്ള ഒരു വേദിയായി മാത്രം മാറ്റി എന്നത് ലജ്ജാകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ നടത്തിയ കോമാളിത്തരം അത് ഓരോ മലയാളിക്കും അപമാനകരമാണെന്നും അത് മലയാളി തള്ളിക്കളയും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല.